ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെ, നിങ്ങൾ ഇത്ര ദിവസമായിട്ട് ചോദിച്ചിരുന്ന ഒരു ചോദ്യം, അഥവാ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ പരീക്ഷയിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് കാത്തു നിൽക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷന് 21 ചാപ്റ്ററുകൾ ഉണ്ട്. അതിൽ ഏതൊക്കെയോ ചാപ്റ്റേഴ്സുകൾ ഒഴിവാക്കുമെന്നുള്ളത് അറിയാം. നിങ്ങൾ ഇന്ന് ഈ തമ്പ് കാണുന്ന പോലെ തന്നെ ഇനി ഞാൻ നിങ്ങളോട് പറയാവുന്ന ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ പഠിക്കേണ്ടതില്ല. SSLC എക്സാമിനേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് 21 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 21 ചാപ്റ്ററുകളിൽ നിന്ന് 6 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷെ ഒഴിവാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ഒഴിവാക്കേണ്ടത്. അത് ഏത് രീതിയിലാണ് ഒഴിവാക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇനി നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് A+ കിട്ടുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ മുഴുവൻ കാര്യങ്ങളും ഞാൻ ക്ലിയർ ആക്കി തരാം. ഈ ഒരു സർക്കുലർ ഞാൻ ഇതാണ് കണ്ടുവരില്ലേ നിങ്ങൾ, ഈ ഒരു സർക്കുലർ എന്ന് പറയുന്നത് ഇതാ ഇവിടെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം അഥവാ 1-ാം തീയതി ജനുവരി 9-ാം തീയതി വന്നിട്ടുള്ള ഒരു സർക്കുലർ പ്രകാരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഈ സർക്കുലർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതാ SSLC പരീക്ഷയിലെ സാമൂഹ്യശാസ്ത്ര ചോദ്യ പേപ്പറിന്റെ ഘടന അഥവാ നമ്മുടെ SS-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കണം. സൂചന SCERT ഡയറക്ടറുടെ 21/1/2023 തീയതിയിലെ കത്ത് പ്രകാരം, ആ തീയതിയിലെ കത്ത് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് അത് ഒന്നും കൂടെ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിന് ആ മാറ്റങ്ങൾ എന്താണ് എന്ന് SSLCക്ക് മുൻപേ തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ്. അതോടുകൂടെ ഇനി SSLC എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഹാഫ് ഇയർലി എക്സാം എഴുതിയ സമയത്ത് ഒരുപാട് മക്കൾ നേരിട്ടുന്ന പ്രശ്നമായിരുന്നു ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ള അറിയില്ല എന്നുള്ളത്. ഇനി ആ പ്രശ്നം നിങ്ങളുടെ മുമ്പിലില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ ചാപ്റ്ററുകളിൽ നിന്നും എത്ര മാർക്കിലായിരിക്കും എക്സാമിന് ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ 21-ാം തീയതി വന്ന സർക്കുലർ. 21/1/11 വന്നിട്ടുള്ള സർക്കുലർ പ്രകാരമായിട്ട് ഇതിൽ പറയുന്നത് സോഷ്യൽ സയൻസിന്റെ പരീക്ഷയിൽ നമുക്കറിയാം ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ഉണ്ട് അല്ലെ. ഹിസ്റ്ററി ജിയോഗ്രഫി എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. ഈ 2 ഭാഗങ്ങളിൽ നിന്നുമായിട്ട് നമുക്കറിയാവുന്നതാണ് എത്ര മാർക്കിനായിരിക്കും മക്കളെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. 40, അത് ഞാൻ എന്താ ചെറുതാക്കി എഴുതിയ കേട്ടോ. നമ്മൾ 40 മാർക്ക് അഥവാ ടോട്ടൽ 80 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഇത് 80 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. അഥവാ അതിനെ നമ്മൾ പാർട്ട് A എന്നാക്കി മാറ്റുന്നു. അതേസമയം മറ്റൊരു 40 നമ്മൾ പാർട്ട് B എന്നാക്കി മാറ്റുന്നു. ഈ പാർട്ട് എയിൽ ഹിസ്റ്ററിയും ഉണ്ട്, ജിയോഗ്രഫിയും ഉണ്ട്. പാർട്ട് എയിലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം 20 മാർക്കായിരിക്കും, ജിയോഗ്രഫി 20 മാർക്കായിരിക്കും. പാർട്ട് ബിയിലും ഹിസ്റ്ററി 20 മാർക്കായിരിക്കും, ജിയോഗ്രഫി 20 മാർക്കായിരിക്കും. അങ്ങനെയാണ് 40 എന്ന് പറയുന്നത്. അതിലെ പാർട്ട് എയിൽ വരുന്ന ചാപ്റ്ററുകൾ അത് കമ്പൽസറി ആയിട്ട് മക്കൾ എഴുതേണ്ടതാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ട ഭാഗങ്ങളായിരിക്കും പാർട്ട് എയിൽ ഉണ്ടായിരിക്കുക. അതേസമയം പാർട്ട് ബിയില് നിങ്ങൾക്ക് 6 ചാപ്റ്ററുകൾ തന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ 3 ചാപ്റ്ററുകൾ പഠിച്ചാൽ മതിയാവും. ഹിസ്റ്ററിയുടെ കാര്യത്തിൽ, ജിയോഗ്രഫിയുടെ കാര്യത്തിലും 6 ചാപ്റ്ററുകൾ തന്നിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ 3 ചാപ്റ്ററുകൾ പഠിച്ചാൽ മതി. എന്ന് വെച്ചാൽ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും, പാർട്ട് എയിൽ ഓപ്ഷനുകൾ ഉണ്ടാവില്ല. നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യനുകൾക്കും മക്കൾ എന്ത് ചെയ്തിരിക്കണം, ആൻസറുകൾ എഴുതിയിരിക്കണം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പാർട്ട് എ, ഏതൊക്കെയാണ് പാർട്ട് ബി എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങായിരുന്നു അല്ലെ. യെസ്, അതുകൊണ്ട് തന്നെ ഞാനിതാ ഈ കാര്യങ്ങളാട്ടോ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് മക്കൾ എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഈ ലൈവിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് മക്കൾ വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിലെ ഇതാണ് പാർട്ട് എയിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പാർട്ട് എയിലെ ചാപ്റ്റേഴ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതെന്ത് ചെയ്യാണ്, നിർബന്ധമായും പഠിക്കേണ്ട യൂണിറ്റുകളാണ്. അതിൽ നമുക്ക് എന്തില്ല, ഒഴിച്ചു വാക്കാൻ പറ്റില്ല. നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതിൽ ഒന്നാമത്താണ് ഹിസ്റ്ററിയുടെ കാര്യത്തിൽ പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതിന് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ 4 മാർക്കിനാണ്. അതേസമയം സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കുക 5 മാർക്കിനായിരിക്കും. അതുപോലെ തന്നെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അത് നമുക്ക് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ സോഷ്യോളജി, സമൂഹശാസ്ത്രം എന്തിന് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിന് 3 മാർക്ക്. അങ്ങനെ 20 മാർക്കിലേക്കും ഹിസ്റ്ററിയിൽ നിന്ന് പാർട്ട് എയിൽ ഉണ്ടായിരിക്കുക. ഈ ചാപ്റ്ററുകൾ മുഴുവനായിട്ട് ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്, ഒഴിവാക്കാൻ പറ്റൂല.
ഒഴിവാക്കാൻ പറ്റൂല. അതേസമയം പാർട്ട് ബിയിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ട യൂണിറ്റുകളാണ്. ഇതിന്റെ ഇംഗ്ലീഷ് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവൺമെന്റ് എന്തില്ല ഇംഗ്ലീഷ് സർക്കുലറുകൾ ഇറക്കിയിട്ടില്ല, മലയാളത്തെ സർക്കുലറുകളാണ് ഇറക്കിയിട്ടില്ലേ. അതുകൊണ്ടാണ് ഞാൻ മലയാളം തന്നെ വെച്ചിട്ടുള്ളത്. അതിന്റെ ഇംഗ്ലീഷ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് കൂടെ തന്നെ കേട്ടോ. സോ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ല എങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ലോകം 20ാം നൂറ്റാണ്ട്, വേൾഡ് ഇൻ 20th സെഞ്ചുറി, ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മക്കൾ പഠിച്ചാൽ മതി. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നും 6 മാർക്കിന് മിക്കവാറും എസ് എ ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത്. ഇതിന് എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കാൻ സാധ്യതയുള്ളത്. 2 ചാപ്റ്ററുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചാപ്റ്റർ മക്കൾ പഠിച്ചാൽ മതി. അത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ഡൗട്ട് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കാം. അതേസമയം നമ്മൾ എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്റർ, അപ്പൊ അതിനെ കൾച്ചർ ആൻഡ് നാഷണലിസം, ഈ ചാപ്റ്ററുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതൊന്നും പരീക്ഷയ്ക്ക് എത്ര മാർക്കാണ്? 6 മാർക്ക്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണിത്. അതേസമയം രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും അഥവാ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, സിവിക് കോൺഷ്യസ്നസ് അഥവാ പൗരബോധം, ഇതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ 6 ചാപ്റ്ററുകൾ, നിങ്ങൾ പാർട്ട് ബിയിൽ 6 ചാപ്റ്ററുകൾ തന്നിട്ടുണ്ട്. അതിൽ എത്ര മക്കൾ പഠിച്ചാൽ മതി? 3 ചാപ്റ്ററുകൾ പഠിച്ചാൽ മതി. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നോക്കിക്കേ മക്കളെ, 5 ചാപ്റ്റേഴ്സ് കമ്പൽസറി ആയിട്ടും 3 ചാപ്റ്റേഴ്സ് ഓപ്ഷനും, എന്ന് വെച്ചാൽ 8 ചാപ്റ്ററുകൾ നിങ്ങൾ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ പഠിച്ചാൽ മതി. എത്ര ചാപ്റ്റർ പഠിച്ചാൽ മതി? ഹിസ്റ്ററിയുടെ കാര്യത്തിൽ 8 ചാപ്റ്ററുകൾ. ഇനി നമ്മൾ ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ജിയോഗ്രഫിയുടെ കാര്യത്തിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട പാർട്ട് എയിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അഥവാ മാനവ വിഭവശേഷി എന്ന് പറയുന്ന ചാപ്റ്റർ കമ്പൽസറി ആണ്, നിർബന്ധമാണ്, ഒഴിവാക്കാൻ പറ്റില്ല, നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. അതുപോലെ തന്നെ ഇന്ത്യ എക്കണോമിക്സ് അഥവാ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന റിസോഴ്സ് വെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ, ഇതിന്ന് 5 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ, ഇതിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്, 7 മാർക്ക്. കമ്പൽസറി ചാപ്റ്റേഴ്സ് നമ്മുടെ എ പാർട്ടിലുള്ള ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്, അഥവാ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. മാപ്പ് ക്വസ്റ്റ്യൻസുകൾ എല്ലാം വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. കൂടാതെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അഥവാ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് 4 മാർക്കിന് വന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ 4 ചാപ്റ്റേഴ്സ് നിർബന്ധം, ഒഴിവാക്കാൻ പാടില്ല. ഈ 4 ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. എന്നാൽ നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ, ഋതുഭേദവും സമയം, സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ, അപ്പോൾ ഇൻ ദ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്റർ, ഇതിന് ഏതെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ ആ ചാപ്റ്റർ പഠിച്ചാൽ മതി. 2 കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിക്കണം. 8 മാർക്കിന്റെ ചോദ്യമുണ്ട്. 8 മാർക്കിന് ചോദ്യം ചോദിക്കുന്നതാണ് വളരെ പ്രധാനമായിട്ട് മക്കൾ ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കേണ്ട കാര്യമാണ്. അതേസമയം അടുത്താണ് പൊതുചിലവും പൊതുവരുമാനവും, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും, നമ്മളെ ഫിനാൻസിനെ കുറിച്ച്, ബാങ്കിനെ കുറിച്ച് എല്ലാം പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്, പബ്ലിക് ഫിനാൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിനാണ് ചോദ്യമുള്ളത്. ഇത് ഓപ്ഷണൽ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. കൂടാതെ തന്നെ ആകാശ കണ്ണുകളും അറിവിന്റെ ലോകവും, ഐസ് ഇൻ ദ സ്കൈ എന്ന് പറയുന്ന ചാപ്റ്റർ, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും. അതല്ല എങ്കിൽ ഭൂതല വിശകലനം, ഭൂപടങ്ങൾ, നമ്മുടെ ഗ്രിഡ് റെഫറൻസ് എല്ലാം പഠിക്കുന്ന ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററോ 2 ഏതെങ്കിലും ഒന്ന് പഠിക്കാം. അപ്പോൾ ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മക്കളെ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടല്ലോ, ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം നിർബന്ധമാണ്, 3 എണ്ണം ഓപ്ഷണൽ ആണ്. 8 ചാപ്റ്റർ. അതേസമയം ജിയോഗ്രഫിയുടെ കാര്യത്തിൽ 4 എണ്ണം നിർബന്ധമാണ്, 3 എണ്ണം ഓപ്ഷണൽ ആണ്. അഥവാ എന്ന് വെച്ചാൽ 5 3 8, 4 3 7. അപ്പൊ എത്രയാ? നമ്മൾ 15 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചാൽ മതി. 21 ചാപ്റ്ററുകളുള്ള സോഷ്യൽ സയൻസിന്റെ പരീക്ഷയിൽ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു പോവേണ്ട എത്ര ചാപ്റ്ററുകളാ? 15 ചാപ്റ്ററുകൾ. 6 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തെ മക്കൾ ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. വ്യക്തമായി കൃത്യമായി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിക്കണം. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന ചോദ്യങ്ങളാണ്, സാറേ ഞങ്ങൾ ഇതിൽ ഏത് ചാപ്റ്ററുകളാണ് സെലക്ട് ചെയ്യേണ്ടത്, സാർ തന്നെ സെലക്ട് ചെയ്ത് തരുമോ എന്നുള്ളത്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഉത്തരങ്ങളുമായിട്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. കാരണം ഓരോ ചാപ്റ്ററുകളും നമ്മൾ ഓപ്ഷണൽ ചാപ്റ്ററുകൾ പഠിക്കുന്ന സമയത്ത് അതിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് സ്പഷ്ടതയോടുകൂടെ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. സോ ഹാപ്പി ആയല്ലോ. ഈ ഹാപ്പിനെസ്സിനെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. 15 ചാപ്റ്റേഴ്സ്. അതിൽ നിങ്ങൾ ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഏതിനാണ്? ആദ്യം കമ്പൽസറി ചാപ്റ്ററുകൾ,
അതിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററുകൾ, ഇവക്ക് പ്രാധാന്യം കൊടുക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക മക്കൾ പഠിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.